അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗാന്ധി ജയന്തി ആയിരുന്നു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതാണോ അല്ലേ, ഈ മാർച്ചിൽ എപ്പോഴാണ് ഗാന്ധി ജയന്തി വരുന്നത്? അത് ഒക്ടോബർ 2-നല്ലേ ലിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാലേ ഈ ഗാന്ധി ജയന്തിക്കാണല്ലോ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശുചീകരണ വാരം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ? അതായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2 മാസം മുമ്പ് ഡെഡ് ലൈൻ കൊടുത്തതാണ്. ഫെബ്രുവരിയാണ് കൊടുത്തത്. ആ ഡെഡ് ലൈൻ അങ്ങ് മാറി മാർച്ചായി. മാർച്ച് ഈ ആഴ്ച കൂടെ ചെയ്തില്ല, എല്ലാം കൂടെ വാരിക്കൂട്ടി ഞാൻ കത്തിച്ച് ദൂരെ കളയുമെന്ന് പറഞ്ഞിട്ട് അപ്പനും മോനും കൂടെ കാണിക്കുന്ന പരിപാടി ഇത് കണ്ടോ. കൊച്ചിനിപ്പോൾ 10 വയസ്സ് കഴിഞ്ഞ് 10 വർഷമായിട്ടുള്ള ടോയ്സ്. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വീട്ടിലെ ടോയ്സ് കണ്ടാൽ നിങ്ങൾക്ക് അറസ്റ്റ് അടിക്കും. അത്രയും ടോയ്സാണ്. ഒരു 3-4 ബോക്സ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതുണ്ട്, ഇതുപോലത്തെ വലിപ്പമുള്ള 3-4 ബോക്സ് നിറച്ചും കൊച്ചിൻ്റെ ടോയ്സാണ്. അത് ഒന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വല്ലവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ ഒരു അപ്പനും മോനും. കൊച്ചിനേക്കാളും കഷ്ടമാണ് അപ്പൻ. ഒരെണ്ണം കളയാൻ സമ്മതിക്കുകയല്ലെന്നേ. ഓരോന്നെടുക്കുമ്പോൾ അത് റസ് ബക്കറ്റാന്നോ പെട്രോൾ ആന്നോ പിന്നെന്തോ മക്വിനാന്നോ. എനിക്കാകെ ഒരു റൈസ് ബക്കറ്റേ അറിയത്തുള്ളൂ. അത് അടുക്കളയിലുണ്ട്, ഇരിപ്പുണ്ട് താനും. ഇതിപ്പോൾ ഇവന്മാരുടെ ഇരിക്കുന്ന റസ് ബക്കറ്റൊക്കെ ഏതാണെന്ന് ആർക്കറിയാം. സത്യം പറഞ്ഞാൽ ഈ കൊച്ചിന് ടോയ്സ് വാങ്ങിച്ച കാശുണ്ടെന്ന് 2 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചിടായിരുന്നു. അത്രയും വിലയുടെ ടോയ്സാണ്. അതും കുഞ്ഞു വിലയുടെ വല്ലതും വാങ്ങിക്കുമോ? റസ് ബക്കറ്റോ അതോ ഇതോ എനിക്കെന്നെ അറിയാൻ മേല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച 2 ഇറക്കന്മാർ. കൊച്ചിനേക്കാളും ഭ്രാന്താ കൊച്ചിൻ്റെ അപ്പന്. ഒരെണ്ണം കളയാൻ സമ്മതിക്കുകയാണെന്നേ. ഇതൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇരുന്നിട്ട് എന്തിനാ? എനിക്കറിയാൻ മേല. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെ, അതോ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇങ്ങനെയാണോ?